ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൈവെട്ട് കേസിൽ പിടിയിലായ മുഖ്യപ്രതി സവാദിന്റെ DNA പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ NIA. ഇതിനോടകം കോടതിയിൽ ഉടൻ തന്നെ അപേക്ഷ നൽകി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് DNA പരിശോധന നടത്തുന്നത്. കാരണം സവാദ് ഒരു പക്ഷേ മൊഴി മാറ്റിപ്പറയാൻ സാധ്യതയുണ്ട്. NIA പിടിച്ച ആദ്യഘട്ടത്തിൽ തന്നെ താൻ തന്നെയാണ് സവാദ് എന്നും ഷാജഹാൻ എന്നും ഷാനവാസ് എന്നും ഒക്കെയുള്ള പേരിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു, ഞാൻ തന്നെയാണ് മഴ ഉപയോഗിച്ച് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിലെ ഒന്നാം പ്രതിയെന്നും ഇതെല്ലാം സവാദ് തന്നെ NIAയോട് സമ്മതിച്ചതാണ്. പക്ഷേ കോടതിയിൽ എത്തുമ്പോൾ NIA ഒരു കേസ് അന്വേഷിക്കുമ്പോൾ, പ്രത്യേകിച്ചും പ്രമാദമായ ഒരു കേസാണ്, വിവാദമായ കേസാണ്, സവാദിന് എങ്ങാനും ഒരു സുകുമാരക്കുറിപ്പാകാനുള്ള ഒരു അവസരവും കൂടി നിഷേധിക്കപ്പെട്ട കേസാണ്. 11 വർഷം സവാദിനെ വിടാതെ പിന്തുടർന്നിട്ടാണ് NIAക്ക് സവാദിനെ പിടിക്കാൻ തന്നെ പറ്റിയത്. അപ്പോൾ ഇത്തരം നൊട്ടോറിയസ് ക്രിമിനലായ സവാദ് രക്ഷപ്പെടാൻ പാടില്ലല്ലോ, സവാദ് തന്നെയാണ് പ്രതി എന്ന് ജോസഫ് മാഷ് തിരിച്ചറിയുക എന്നതായിരുന്നു ഇതിന്റെ ഒന്നാം ഘട്ടം. അത് പൂർത്തിയായി. സവാദ് തന്നെയാണ് ഇത് എന്ന് തിരിച്ചറിയേണ്ടത് അടുത്തത് DNA നടത്തിയിട്ടാണ്. അപ്പോ ഒരു കാര്യം കോടതിയിൽ പ്രൂവ് ചെയ്യുമ്പോൾ അത് കുറ്റമറ്റതായിരിക്കണം എന്ന രൂപത്തിലാണ് NIA ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിന്റെ കേസിലൊക്കെ വളരെ വിചിത്രമായതും നമുക്ക് നാടകീയം എന്ന് തോന്നുന്ന രൂപത്തിലുമായിരുന്നു NIA അവരെയൊക്കെ കുടുക്കിയത്. ഒരു വെളുപ്പിനെ 3 മണിക്ക് കോളിംഗ് ബെല്ലിന്റെ രൂപത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വീടുകളിലേക്ക് വരികയാണ്. അപ്പോ എല്ലാവരും അവനവന്റെ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരുടെയൊക്കെ വീട്ടിൽ സുഖസുന്ദരമായി കിടന്നുറങ്ങുന്നു. നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മനക്കോട്ട കെട്ടിയിട്ട് തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അവരാരും ചിന്തിച്ചിട്ടില്ല നാളെ നേരം വെളുക്കുമ്പോഴേക്ക് ഞാൻ ഉണരുന്നത് തീഹാർ ജയിലിലായിരിക്കുമെന്ന്. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ഊരിയിട്ട് NIA തരുന്ന ചൊറി ഇതൊക്കെ ഉണ്ടല്ലോ, നായ്ക്കരണപ്പൊടിയൊക്കെ, അതൊക്കെയുള്ള NIA പ്രത്യേകമായി പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേണ്ടി തയ്പ്പിച്ച ഡയപ്പറിലായിരിക്കും ഞാൻ നിൽക്കേണ്ടി വരിക എന്ന് ചിന്തിച്ചിട്ടില്ല. പിന്നെ നസറുദ്ദീൻ ഇളമരത്തിന്റെ ഒക്കെ വീട്ടിൽ പോയപ്പോൾ ശരി പോയേക്കാം, ചെയ്ത തെറ്റിന്റെ കാഠിന്യം, രാജ്യദ്രോഹത്തിന്റെ ശിക്ഷ, ഇതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ രണ്ടാമതൊരു ചോദ്യത്തിന് നിന്നില്ല, കൃത്യമായി പൊക്കിക്കൊണ്ടങ്ങ് പോയി. ഒരു വാഗ്വാദത്തിനോ ഒരു തർക്കത്തിനോ NIAയോടാണ് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ 3 മണിക്ക് കേരള പോലീസിലെ പോലും ഒരു കുഞ്ഞും അറിയാതെ സവാദിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയത് NIA കൃത്യമായ ധാരണയോടുകൂടിയാണ്, വ്യക്തമായ ഹോംവർക്കുകളോടുകൂടി തന്നെയാണ്. കാരണം ഇവിടെ മുക്കിലും മൂലയിലും കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വീടിന്റെ ലൊക്കേഷൻ സ്കെച്ച് അടക്കം NIAയുടെ കൈകളിൽ കിട്ടുവാണ്. ഇതെങ്ങനെ സാധിച്ചെടുത്തു? തോട്ടക്കാരന്റെ രൂപത്തിലും മദ്യവിൽപ്പനക്കാരന്റെ രൂപത്തിലും ചിക്കൻ കടക്കാരന്റെ രൂപത്തിലുമൊക്കെ ഇവരോടൊപ്പം ഒട്ടിനിന്ന NIA ഉദ്യോഗസ്ഥർ കൃത്യമായി ഇവരുടെ വീടിന്റെ വാട്സപ്പ് ലൊക്കേഷൻ കരസ്ഥമാക്കിയിരുന്നു. അതുകൊണ്ടാണ് കൃത്യമായി ഒരു 3 മണിക്ക് ഫ്ലൈറ്റ് പറന്ന് 13ഓളം സംസ്ഥാനങ്ങളിൽ 3 മണിക്ക് നടക്കുകയാണ് ഇങ്ങനെ ഒരു ആളുപിടുത്തം. റെയ്ഡല്ല, ഇവരെയൊക്കെ കസ്റ്റഡിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് NIA വന്നത്, കൊണ്ടുപോകുകയും ചെയ്തു. അപ്പോ അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ബാൻ ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് അവരെ കൂടുതൽ ചോദ്യം ചെയ്തു. ചോദിക്കേണ്ടുന്ന രൂപത്തിൽ ചോദിച്ചപ്പോൾ കൃത്യമായ ഉത്തരങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു. അങ്ങനെയാണ് സവാദി നാട്ടിൽ തന്നെയുണ്ട് എന്ന് മനസ്സിലായത്. കല്യാണം കഴിച്ചു, മക്കളുണ്ട്, ഇന്നടത്തുണ്ട് ഏകദേശം. ശരി, ആ ഭാഗത്ത് ഈ 2-4 വർഷത്തിനകം ജനിച്ച കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ എടുക്കുന്നു, ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് എടുക്കുന്നു, ഇവരെ ലൊക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് സവാദ് എന്ന് 2 ബർത്ത് സർട്ടിഫിക്കറ്റിലും ഒരുപോലെ കാണുന്നു. എന്തായിരുന്നാലും ഒരു പഴുതുമില്ലാതെ സവാദിനെ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം സവാദിനെ കുടുക്കി.
3 വണ്ടി നിറയെ പോലീസുകാർ NIA കാർ വീട് വളയുന്നു. സവാദ് തന്നെ വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഇറങ്ങി വന്ന് ചോദിക്കുന്നു, ആരാണ്, എന്താണ്? ഞങ്ങൾ ഇന്നടത്തുനിന്ന് വന്നതാണ്. താങ്കളുടെ പേര് സവാദ് എന്നാണോ? അല്ല, ഞാൻ ഷാജഹാനാണ്. അപ്പോഴേക്ക് NIA ബലം പ്രയോഗിച്ച് ഷർട്ടൂരി നോക്കിയപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളിന്റെ കയ്യിലെ ആയുധം കൊണ്ട് സവാദിനൊരു മുറിവ് പറ്റിയിരുന്നു. ചികിത്സ തേടിയ ഹോസ്പിറ്റലിൽ അടക്കം NIA തെളിവുകൾ ശേഖരിച്ചിട്ട് തന്നെയാണ് സവാദിന്റെ വീട്ടിലെത്തിയത്. ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് മതനിന്ദ ആരോപിച്ച് 2010 തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ TJ ജോസഫിന്റെ കൈ സവാദും കൂട്ടരും വെട്ടിയെറിയുന്നത്. പ്രതിയായ സവാദ് എറണാകുളം അശമന്നൂർ സ്വദേശിയാണ്. ഒരു പരിചയവുമില്ലാത്ത കണ്ണൂരും കാസർഗോഡും എങ്ങനെയാണ് സവാദ് എത്തിയത്? പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നതരുടെ സഹായമില്ലാതെയാണ് എത്തിയത് എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. പിന്നീട് ആകെ ഒരിക്കൽ മാത്രമാണ് ഭാര്യയുമായി എറണാകുളത്തെത്തിയത്. താൻ അനാഥനാണ് എന്ന് പറഞ്ഞ് ഈ ഭാര്യയെയും ഭാര്യയുടെ പിതാവിനെയും വിശ്വസിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. കാരണം SDPI പ്രവർത്തകൻ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയെറിഞ്ഞതിന്റെ പാരിതോഷികമായി നൽകിയത് സ്വന്തം മകളെ തന്നെയായിരുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് സവാദ് ഒളിവിൽ പോകുന്നത്. ഒളിവിലിരുന്നിട്ടാണ് കാസർഗോഡ് നിന്ന് ഒരു അബ്ദുറഹ്മാൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കുന്നത്. ഈ സവാദിനെ പിടികൂടാൻ ക്രൈംബ്രാഞ്ച് അടക്കം വിവിധ ഏജൻസികൾ വലവിരിച്ച് പിന്നാലെ കൂടിയെങ്കിലും ഒരു അഡ്രസ്സും കിട്ടിയില്ല സവാദിനെ സംബന്ധിക്കുന്ന. പിന്നെ ഒരു രഹസ്യ വിവരം ലഭിക്കുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ NIA ദ്രുതഗതിയിലുള്ള അന്വേഷണം ഫാസ്റ്റാക്കുന്നു. ആ അന്വേഷണത്തിലാണ് പഴുതുകളില്ലാത്ത വിധം സവാദിനെ പിടികൂടാൻ NIAക്ക് കഴിഞ്ഞത്. ഒരു മഴ ഉപയോഗിച്ച് ജോസഫ് മാഷിന്റെ കൈ വെട്ടിമാറ്റിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ അശമന്നൂർ ഓടക്കാലി സ്വദേശിയായ സവാദ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്നും ഇയാൾ തന്നെയാണ് കാസർഗോഡ് നിന്ന് വിവാഹം കഴിച്ചതെന്നും ഇയാളുടെ മക്കൾ തന്നെയാണ് ഖദീജയോടൊപ്പം ഉള്ളതെന്നും എല്ലാം പഴുതുകളില്ലാതെ സംശയത്തിനൊരു ലവലേശം ഇട നൽകാതെ NIA കുറ്റമറ്റ രൂപത്തിൽ സവാദിനെ പിടിക്കുകയായിരുന്നു. ആ മഴുവും കൊണ്ട് തന്നെയാണ് സവാദ് അന്ന് രക്ഷപ്പെട്ടത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധു മനുഷ്യന്റെ പേരിൽ പ്രവാചക നിന്ദയും മതനിന്ദയും ആരോപിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ചെയ്തത്. എന്നിട്ടാണ് ജോസഫ് മാഷ് മാത്രമല്ല, കേരളക്കരയിൽ എന്നല്ല ഒരാളും, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരാളും ഈ മതത്തെ നിന്ദിക്കാനോ പ്രവാചകന്റെ പേരെഴുതാനോ പോലും ധൈര്യം കാണിക്കരുത് എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു സവാദ് ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത്. ആ കേസിലെ മുഖ്യപ്രതിയായ സവാദിന്റെ കസ്റ്റഡി അവസാനിക്കുമ്പോൾ വീണ്ടും NIA കസ്റ്റഡി ആവശ്യപ്പെടുകയാണ്. കാരണം ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിൽ പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല എന്ന് NIA നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ DNA ടെസ്റ്റ് ചെയ്യൽ അനിവാര്യമായി വന്നിരിക്കുന്നു. കാരണം ശാസ്ത്രീയമായ പരിശോധന കൊണ്ട് ഈ സവാദ് തന്നെയാണ് ജോസഫ് മാഷിയെ വെട്ടി പരിക്കേൽപ്പിച്ചത്, കൈപ്പത്തി വെട്ടിമാറ്റിയത് എന്ന് കുറ്റമറ്റ രൂപത്തിൽ പഴുതുകൾക്കിടവില്ലാതെ തെളിയിക്കേണ്ടത് NIAയുടെ ബാധ്യതയാണ്. അങ്ങനെ ഇതെല്ലാം സവാദിനെ ഉൾപ്പെടുത്തി പുതിയ കുറ്റപത്രവും കോടതിയിൽ സമർപ്പിക്കേണ്ടത് NIA ആണ്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് എന്നാണ് NIAയുടെ കണ്ടെത്തൽ. 2010 ജൂലൈ 4 നടന്ന ഈ കേസിൽ അദ്ദേഹം മലയാളം അധ്യാപകനാണ്, പ്രൊഫസർ TJ ജോസഫ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഈ സവാദും സംഘവും ഈ മനുഷ്യന്റെ കൈ വെട്ടിമാറ്റി 13 വർഷങ്ങൾക്ക് ശേഷമാണ് സവാദിനെ പിടിക്കാൻ NIAക്ക് കഴിഞ്ഞിട്ടുള്ളത്. മതനിന്ദ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആക്രമണം നടത്തിയത്. സംഭവത്തിന് ശേഷം കൈവെട്ടാൻ ഉപയോഗിച്ച മഴ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി സവാദ് ഒളിവിൽ പോകുകയായിരുന്നു. ഒളിവിൽ പോയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം
കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്ന് NIA തെളിവടക്കം പിടികൂടുകയായിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കിട്ടി, മറ്റ് ഡിജിറ്റൽ രേഖകൾ കിട്ടിയിട്ടുണ്ട്, ID കാർഡും വോട്ടർ IDയും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ വീട്ടിനകത്താണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും ഭാര്യ പറയുന്നു ഇത് സവാദാണെന്ന് അറിയില്ലായിരുന്നു. 2 മക്കളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ സ്ഥാനത്ത് എഴുതിയിരിക്കുന്ന പേര് സവാദ്. ഇയാൾ ഇതുവരെ പള്ളി മഹലിൽ പറഞ്ഞിരിക്കുന്നത് ഷാജഹാൻ. എന്നിട്ടും ഭാര്യയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നമ്മളങ്ങ് വിശ്വസിച്ചേക്കാം. സവാദ് ഒളിവിൽ കഴിഞ്ഞത് 8 വർഷമാണ്. SDPIയുടെ സഹായത്തോടെയാണ് വളപട്ടണം, കണ്ണൂരിൽ മാത്രം 8 വർഷം, പിന്നീട് വളപട്ടണം, ഇരിട്ടി, മട്ടന്നൂർ എന്നിവിടങ്ങളിലൊക്കെ സവാദ് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നു. ഷാജഹാൻ എന്ന പേരില്, പഴക്കടക്കാരന്റെ റോളില്, ആശാരിയുടെ റോളില്, പിന്നെ മാസം ഇയാൾക്ക് വേണ്ടുന്ന പണം എത്തിച്ചു കൊടുക്കാനും ഇയാൾക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കാനും പോപ്പുലർ ഫ്രണ്ടും SDPIയും ഭരിക്കുന്ന മേഖലകളിൽ തന്നെയായിരുന്നു സവാദിന്റെ താമസവും. ഉടനെ തന്നെ DNA പരിശോധന നടക്കട്ടെ. കുറ്റമറ്റ രൂപത്തിൽ സവാദിനെ രക്ഷപ്പെടാൻ പഴുതുകളില്ലാതെ പിടിക്കാൻ സാധിക്കണം. കോടികൾ ഇറക്കിയിട്ടാണെങ്കിലും ശരി സവാദിനെ രക്ഷപ്പെടുത്തിയേ അടങ്ങൂ എന്ന് ആക്രോശിക്കുന്ന ഈ മതഭീകരർക്കിടയിൽ നമ്മുടെ നിയമം തന്നെ ജയിക്കണം. തെറ്റ് ചെയ്തു, പിടിക്കപ്പെടുകയും ചെയ്തു. ഒരു രൂപത്തിലും അയാൾ രക്ഷപ്പെടാൻ പാടില്ല. അയാൾ തെറ്റ് ചെയ്തു എന്നതിന്റെ ദൃക്സാക്ഷി, അനുഭവസ്ഥനാണ് ജോസഫ് മാഷ്. അദ്ദേഹം സവാദിനെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഒരു കാരണവശാലും നമ്മുടെ ഈ നിയമ സംവിധാനത്തിൽ നിന്നും ശിക്ഷാ സംവിധാനത്തിൽ നിന്നും യാതൊരു ഇളവും സവാദ് അർഹിക്കുന്നില്ല. സവാദിന് ഇനിയും കുടുംബമായിട്ട് ജീവിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. സ്വാഭാവികം. അതൊരു മറ്റൊരു മനുഷ്യനെ തകർത്തുകൊണ്ടാകരുത്, ആ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടാകരുത്. ഈ ജനാധിപത്യ രാജ്യത്ത് 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃത ഗോത്ര നിയമം പ്രാവർത്തികമാക്കിക്കൊണ്ടായിരിക്കരുത്. നന്ദി.